നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു യെസ്, നമ്മുടെ ഒരു ബാംഗ്ലൂരിലെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ നമ്മുടെ പരിപാടി? വിഷു സ്പെഷ്യൽ വിഷുക്കട്ട, അതെ, ചിക്കൻ കറി, യെസ്. നമ്മൾ ചിത്ര വീട്ടിലാണുള്ളത്. കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പൊ നമുക്കിന്ന് വിഷു ആഘോഷിക്കാം, വിഷു കണി കാണാം, വിഷു കട്ട ഉണ്ടാക്കാം. ഓക്കെ, യെസ്. അത് ഞാൻ മാത്രം കുറച്ച് ട്രഡീഷണൽ ആയിട്ടല്ല, ഞാൻ കുറച്ചില്ലല്ലോ കാഷ്വലായിട്ട് വന്നിട്ടുണ്ട്. ഇവരെ കുറെ ആൾക്കാരൊക്കെ ട്രഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര കാഷ്വലാണ്. ഓക്കെ, അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് വഴി കാണാം. അപ്പൊ നമ്മുടെ വിഷുക്കട്ടയുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻസ് എന്താണ്? എന്തൊക്കെയാ വേണ്ടേ ചിത്ര? എന്തൊക്കെയാ വേണ്ടേ വിഷുക്കട്ടയ്ക്ക്? തേങ്ങാപ്പാല് വേണം, 2 തേങ്ങയുടെ പാല് വേണം, 2 തേങ്ങയുടെ പാല്. അതിനുള്ള തേങ്ങ പൊടിച്ചോണ്ടിരിക്കുകയാണ് ഐഷു. ഓഹോ, വേറെ എന്തൊക്കെയാ വേണ്ടേ? വെളുത്തുള്ളി അല്ലല്ല, വിഷുക്കട്ടയ്ക്ക് നമുക്ക് തേങ്ങാപ്പാല്, പച്ചരി, ജീരകം മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ഫോർ അവർ സ്പെഷ്യൽ ചിക്കൻ. ഓ, ദിസ് ഈസ് ഫോർ അവർ ചിക്കൻ കറി. ഓക്കെ, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, അതൊക്കെ വെളുത്തുള്ളിയിലേക്കാണ്. ഇതൊക്കെ വരുന്നുണ്ടല്ലേ? നമ്മൾ ഇവരെ പരിചയപ്പെടുത്തില്ലല്ലോ. ഐഷു, പരിചയപ്പെടുത്ത ആരൊക്കെയെന്ന് പറയും. ഇത് രണ്ടുപേരും എന്റെ വീട്ടിലുള്ളവരാണ്. ഹായ്, സേ ഹായ്. ഇത് അബി, ഇത് സ്നേഹ. അഭിരാമി, സ്നേഹ. അതെ, നമ്മൾ അബിന്ന് വിളിക്കും. അഭിരാമി എന്നാണോ പേര്? ഓഹോ, അഭിരാമി നാട്ടിലെവിടെയാ? കൊല്ലം. ഓക്കെ, സ്നേഹ എവിടെയാ? ആലപ്പുഴ. രണ്ടുപേരും ഐഷുവിന്റെ കൊളീഗ്സ് പ്ലസ് റൂംമേറ്റ്സ് അല്ലേ? യെസ്. നമ്മള് തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ തേങ്ങ ചിരവാണ് ചെയ്യാറ്. ഇവിടെ നമ്മൾ ചിരവല്ല ചെയ്യാറ്. ഇവിടെ നമ്മൾ അങ്ങനെ പൂളി ഇടുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സിയിലിട്ട് അടിക്കുന്നു. ഞങ്ങൾ എളുപ്പപ്പണിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാറ്. ഇവിടെ ചിരവില്ല. വിഷു ആകുമ്പോ ഞങ്ങളുടെ ഒരു ഫാമിലി ജയന്തിയൊക്കെ ഞങ്ങളെല്ലാരും പോകും. അപ്പൊ അവിടെ എത്തിയതാണ് ആക്ച്വലി വിഷുക്കട്ട. ആക്ച്വലി ഞാനും വിഷുവായിട്ട് കഴിച്ചിട്ടില്ല. നമ്മളിവിടെ വന്നു കഴിച്ചാൽ ലാസ്റ്റ് 3ാമത്തെ വിഷുവാണ്. കഴിഞ്ഞ 2 വിഷുവിനാണ് വിഷുക്കട്ട കഴിക്കുന്നത്. ഞങ്ങൾക്ക് അത് വിഷുക്കട്ട വിഷുവിന് ശീലം. വിഷുക്കട്ട, ചിക്കൻ കറി മെയിനായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടെ അടുപ്പിലുണ്ടാക്കും. നമ്മുടെ നാട്ടിലുള്ള സമയത്ത് എന്താ വെച്ചാൽ വിഷുവിന്റെ തലേദിവസം അട ഉണ്ടാക്കുന്നു. അട മറ്റേ വാഴന്റെ ഇലല്ല, അതിന് പ്ലാച്ചിന്റെ ഇല എന്ന് പറയും. അതില് അട അതിന് വട്ടല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ പ്ലാച്ചിന്റെ മരത്തിന്റെ നല്ല മണം. ഞങ്ങൾ വിഷു കഴിഞ്ഞിട്ടുണ്ടാക്കാം. ബാംഗ്ലൂർ മേമയുടെ വീട്ടില് വിഷു കഞ്ഞി, നാട്ടില് വിഷു സദ്യ. സദ്യ ഉണ്ടാക്കുന്ന എനിക്കും ഉണ്ടായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി പെട്ടെന്ന് റീൽ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നന്ദിൽസിന്റെ റീല് ഓർമ്മ വന്നത്. എന്റെ ഫ്രണ്ട് പോയിണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി എന്തായിരുന്നു പ്ലാൻ? ഇന്ന് രാവിലെ നന്ദിൽസിക്ക് എണീച്ച് പോവാന്ന്. എന്നിട്ട് ഓർഗനൈസർ ഐഷു ആയിരുന്നു. എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഐഷു 2:30 അലാറം വെക്കേണ്ട ഐഷു അടുത്ത വ്യാഴാഴ്ചക്ക് 2:30 അത് ഉച്ചക്ക് അതിനടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. പക്ഷെ ഐഷു വിളിച്ചു 3:30 എണീച്ചു. എന്നിട്ട് മീഡിയം ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാവരും എണീച്ചു. വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അതെ, ഏറ്റവും കൂടുതൽ പോണെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന 2 ആൾക്കാരാണ്. അവർ എണീറ്റേ ഇല്ല. നിങ്ങളിത് കേൾക്കണം. 3 മണി വരെ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ആരും വരില്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഉറങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓർഗനൈസർ ശരിയല്ല. അതെ, വിളിച്ചെല്ലാരും പാത്രം കഴിച്ചിട്ട് ഐഷപ്പ് പൊട്ടിത്തെറിക്കും. നമ്മുടെ പ്രോഗ്രാം ലീഡിന് കുറച്ചുകൂടി എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമാണ്. അതെ, ഇതെന്താ ഐഷു കഴിക്കുന്നത്? ശർക്കര. ഇവിടെ വെങ്കട് ഇവിടെ നിന്ന് തേങ്ങ നന്നാക്കുന്നു. ഐഷു അത് അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. യെസ്, അനന്തുവിനെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നതാണ്. ദിസ് ഈസ് അനന്തു. എവിടെ സ്ഥലം? കോഴിക്കോട്. ഐഷുവിന്റെ കൊളീഗാണ് അല്ലേ? കൊളീഗല്ലേ? കൊളീഗ് തന്നെ പറഞ്ഞേ. അപ്പൊ നമ്മള് വിഷുക്കട്ട പ്രിപ്പറേഷനിലാണ്. ചിത്ര, ഇതിനെന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്?
പച്ചരി. നമ്മളിപ്പോ ഇവിടെ 7 ആളുണ്ട്, സോറി 8 ആളുണ്ട്. അപ്പൊ എത്ര ആൾക്ക് എത്ര വേണ്ടി വരും? ഓക്കെ, ഇത് പച്ചരി അല്ലേ? പച്ചരി. ഓക്കെ, പച്ചരി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇതിന്റെ ജസ്റ്റ് പ്രൊസീജിയർ എങ്ങനെ പറ? ആദ്യം ഇപ്പൊ നമ്മള് അരി എടുത്തതാക്കി. ഇത് ആദ്യം അരി വേവിക്കണം. ഫസ്റ്റ് വേവിക്കുക 2-ാം പാലിലാണ്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കുക്കറിലിട്ട് വേവിക്കും. കുക്കറിലിട്ട് വേവിക്കുമ്പോ വെള്ളം ഒഴിച്ച് വേവിക്കണം. ഓക്കെ, പാലൊഴിച്ച് വേവിച്ചാൽ പിരിഞ്ഞു പോകും. ഓക്കെ. അപ്പൊ അരി നന്നായി കഴുകിയിട്ട് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കും. എന്നിട്ട് വേവിക്കുമ്പോ വെള്ളം ഇല്ലാതെ മറ്റങ്ങനെ ചോറ് വാർത്ത എങ്ങനെ ഇരിക്കും അതുപോലെ വേവിക്കണം. എന്നിട്ട് അതിലേക്ക് 2-ാം പാലിൽ ഒഴിച്ച് നല്ല കുറുകി ഉപ്പിടണം. എന്നിട്ട് നന്നായി വെന്ത് കഴിയുമ്പോ 1-ാം പാലില് ജീരകം പൊടിച്ചത് 1-ാം പാലിലിട്ട് ഇറക്കിയിട്ട് അതും ഇടും. എന്നിട്ട് കുറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് സെറ്റ് ചെയ്യാൻ വെക്കും. ഒരു പ്ലേറ്റിലോ ഇലയിലോ സെറ്റ് ചെയ്യാൻ വെക്കും. അപ്പൊ അത് കട്ടയാവും. അതുകൊണ്ടാണ് അത് വിഷുക്കട്ട. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് പ്രോസസ് ആണ് നമ്മൾ അരി കഴുകി അതായത് പച്ചരി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ തേങ്ങ അരയ്ക്കാറില്ല, തേങ്ങ ചേർക്കാറില്ല. ഇങ്ങനെ പൂടെ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നു. ഇതെന്തിനാ ഉണ്ടാക്കുന്നത്? ഇത് എന്തിനാ അരക്കുന്നത്? അരക്കുന്നുണ്ട്, ഇത് എന്തിനാന്ന് അറിയില്ല. തേങ്ങ റെഡി? ചൂടുണ്ട്, ചൂടുവെള്ളം ഒഴിച്ച് നമ്മള് തേങ്ങാപ്പാല് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ. അപ്പൊ നമ്മളിനി വിഷുക്കട്ടയുടെ പ്രിപ്പറേഷനിൽ തുടങ്ങാണ്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഓൾറെഡി പച്ചരി വേവിച്ചു വെച്ചു. ഇനി അടുത്തത് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചു. 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? ആദ്യം ഇതിടണം. ഓക്കെ, കുറച്ചുകൂടെ വേവുണ്ട് ഇതിന്. നമ്മൾ 2-ാം പാലിലിട്ട് വേവിക്കും. നന്ദിനി പാൽ, പായസത്തിലേക്കുള്ള പാല്. അപ്പൊ നമ്മള് പായസത്തിന്റെ പരിപാടി തുടങ്ങാണ്. കട്ടി വെച്ചു. ആദ്യം തന്നെ സേമിയ വറവല്ലോട് വറവല്ലേ? സേമിയ വറക്കണം. സേമിയ വറക്കണതിന് മുന്നേ കുറച്ച് പായസത്തിലിടാനുള്ള അണ്ടിപ്പരിപ്പ് വറുക്കണം. വറുത്ത് മാറ്റിയിട്ട് നമുക്ക് സേമിയ വറക്കുന്നു. അടുത്ത പ്രോസസ് ഈ വറുത്ത സേമിയ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ അപ്പം നമ്മൾ സേമിയ പായസത്തിന് വേണ്ടിയിട്ട് പാല് വെച്ചു. ഇത് എത്ര ലിറ്റർ പാല്? 2 ലിറ്റർ പാല്. ഇനി നമ്മൾ വറുത്ത സേമിയ ഇടുന്നു. ഇതൊരു പാക്കറ്റ് വറുത്ത നമ്മൾ ബട്ടറിൽ വറുത്ത സേമിയാണ് അല്ലേ? പായസം എക്സ്പെർട്ട് സൂര്യ PS ആണോ? അല്ലേ? 2-ാം പാലിട്ട് നമ്മൾ വേവിക്കൂല്ലേ? ഇനി മൊത്തം എന്തുടഞ്ഞാൽ അവസാനം ആകുമ്പോ അതിങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോകും. പശയില്ല. നമ്മള് 2-ാം പാല് ഫസ്റ്റ് കഴിക്കുന്നത് അല്ലേ? ഈ 2-ാം പാല് കിടന്നിട്ട് ഈ റൈസ് ഒന്നുകൂടി കുക്കാവണം. 2-ാം പാലിൽ ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു. ഓക്കെ. ഓ, തേങ്ങാപ്പാലും പിരിയൂ? അല്ല, ഞാൻ മറ്റേ പാലാണ് പിരിയണുള്ളൂ. തേങ്ങാപ്പാല് പിരിയുന്നുള്ള കാര്യം എനിക്ക് അത് പുതിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഇതില് എന്നിട്ടു തേങ്ങാപ്പാൽ ഉപ്പിട്ടു. പായസത്തിൽ നമ്മൾ പഞ്ചസാര ഇടുന്നു. ഇളക്കലോട് ഇളക്കല്ലേ? കൂടുതൽ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാതിരിക്കോ? എനിക്ക് സിനിമ അറിയില്ല, അതുകൊണ്ട് ഞാൻ മൈൻഡ്. ഓഹോ, മനസ്സിലായില്ലേ? ഇളക്കല്ലേ. സോ our പായസം is ready. പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന പോലെ അഭിനയിക്കുക. എന്താ ഐശ്വര്യം. അതെ അതെ. തേങ്ങ പൊട്ടിച്ചു, വെളുത്തുള്ളി നന്നാക്കി, പാല് കാച്ചി, പാല് അടുപ്പത്ത് വെച്ചിട്ട് 2 ഇളക്കി അല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ശർക്കര കൂട്ടി തേങ്ങ തിന്നു, തേങ്ങാപ്പാലെടുക്കാൻ തേങ്ങ അരച്ചു, അരിപ്പ കഴുകി, പാത്രം കഴുകി, എല്ലാത്തിലും എന്റെ കയ്യിൽ. അതെ, നമ്മള് 2-ാം പാല് വെച്ചോ? 2-ാം പാലില് വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറുകണം. ഒന്നുകൂടെ വേവാനും ഉണ്ട്. വെന്തിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ
നല്ല കുറുക്ക് ഒന്ന് കട്ട കട്ട പോലെ ഉടയണം. ഇതിലെ വെള്ളമൊക്കെ വറ്റണം. അത് നമ്മൾ അവസാനം ഒന്നാം പാല് വെക്കും. അങ്ങനെയാണ് ജയന്റ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നമ്മുടെ വിഷുക്കട്ടയുടെ ഫൈനൽ സ്റ്റേജ് ആയി. യെസ്. എന്താ ഇത് ഒന്നാം പാല്. ഒന്നാം പാല് ഇങ്ങനെ ഒഴിക്കണം. ഒന്നാം പാലിട്ട് നമ്മൾ ഇനിയും കുറുക്കുണ്ടോ? ഒന്നാം പാലിട്ട് ഒന്ന് കൊടുക്കണം. 5 മിനിറ്റ് 10 മിനിറ്റ് പെട്ടെന്ന് കട്ടയാവും. ഒന്നാം പാൽ ഇടുമ്പോ നല്ല കട്ടയാവും. ഓക്കെ. ഇതിലൊരു സാധനം കൂടെ കാണുന്നത് എന്താണ് ഇനെന്താ? ജീരകം പൊടിച്ച്. ഓക്കെ. അതാണ് ആ ഫ്ലേവർ വരെ അല്ലേ? പൊടിച്ചു വെച്ചിട്ടുണ്ട്. ജീരകം ഇത് വറുത്ത് പൊടിച്ച? അല്ലല്ല, വെറുതെ പൊടിച്ചു. ജസ്റ്റ് പൊടിച്ച ജീരകം കൊണ്ടിരുന്നല്ലേ? ജീരകം പൊടിച്ചത്. അപ്പൊ നമ്മുടെ വിഷുക്കട്ട ഓൾമോസ്റ്റ് സെറ്റായി. ഇനി അതിന്റെ പ്ലേറ്റിംഗ് ആണ്. കട്ടയാൻ വെക്കണം. ചിത്ര നമ്മൾ വാഴന്റെ ഇലയിലാണ് പ്ലേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതൊരു രസല്ലേ, മണം വരില്ലേ? യെസ്. ഇത് ആക്ച്വലി ഇങ്ങനെ വെച്ചാൽ തന്നെ ഇത് കുറച്ച് നേരം കട്ടയാവും. അത് വാഴന്റെ ഇലയിൽ നമ്മള് ഇതൊന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ കട്ട കട്ട കട്ടയായിട്ട് എടുക്കും അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കഴിക്കുക? അബി എന്തോ പറയണ്ടായിരുന്നു. എന്താണ് നാട്ടിലെ സ്റ്റൈല്? നമ്മുടെ നാട്ടില് പിടിയും കോഴിയും എന്ന് പറഞ്ഞ സംഭവം ഏകദേശം സിമിലറാ. പക്ഷെ ഉണ്ട പോലെ അരി പൊടിച്ചിട്ട് വറുത്ത് ഉണ്ടാക്കി അത് നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കും. അപ്പൊ നമ്മുടെ വിഷുക്കട്ട റെഡി. ചിത്ര കേക്ക് കട്ടിന്ന് പോലെ വിഷുക്കട്ട കട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. വിഷുക്കട്ട ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? അനന്ത ആദ്യമായിട്ട് കഴിക്കുന്നത്. സ്നേഹ അബി ആദ്യമായിട്ട് കഴിക്കുന്നത്. സ്നേഹ ആദ്യമായിട്ട് കഴിക്കുന്നത്. വെങ്കട ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. തേർഡ് ടൈം. നമ്മൾ കേക്ക് 2 വർഷം ഉണ്ടാക്കി. പന്നെ അതെ. അപ്പൊ നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നു, വിത്ത് ചിക്കൻ കൂടെ കഴിക്കുന്നു. അപ്പൊ നമ്മുടെ വിഷുക്കട്ടയുടെ എക്സ്പീരിയൻസ് പറയാൻ വേണം. ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അനന്തു. എങ്ങനെയുണ്ട് ശരിക്കും? അല്ല, അനന്ത അടിപൊളിയായിട്ട് എന്നെ നോക്കുന്ന അടിപൊളിയാണ്. ഞാൻ പേടിപ്പിക്കുന്നില്ല. നന്നായിട്ടുണ്ട്. എന്താണ് ഡിഫറെന്റ്? അത് മറ്റേ ആ ഇതുപോലെ തന്നെ ഉണ്ടോ? എന്താ പറയാ, ഇടിപ്പിടിയും കോഴി പോലെ തന്നെ ഉണ്ടോ? തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ശരിക്കും? സൂര്യപേസ് എന്താണ് അഭിപ്രായം? നമ്മള് പിന്നെ സ്ഥിരം കഴിക്കുന്നോണ്ട് നമുക്കറിയാം ഇതിന്റെ ടേസ്റ്റ് നമുക്കറിയാം അല്ലേ? ഐഷു എന്താ കഴിക്കുന്നത്? ചിക്കൻ. ഓക്കെ. നല്ല റൈസ് എനിക്ക് ഇഷ്ടമായി. എനിക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ ഹെവി ആയിരുന്നു. ഇത് പാകം. അപ്പൊ നമ്മുടെ വിഷുക്കട്ട കഴിക്കലൊക്കെ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു വിഷുക്കട്ട? പൊളി. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി? ബെൽജിയം വേഫർ ഐഷു ബെൽജിയം വേഫർ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം അവര് പറയുന്നു അവർക്ക് അടുത്ത വിഷു ആഘോഷത്തിലേക്കുള്ള സ്വീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി വിഷു ഒക്കെ സെറ്റാക്കുന്നു. കണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു. രാവിലെ എണീറ്റ് വിഷു കണി കാണുന്നു. ഓക്കെ. നമ്മള് വിഷു കണിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഷാരോത്ത് ചക്ക ഉണ്ടോ ചിത്ര? ഇല്ല. പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ നവധാന്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള വിഷു കണിയൊന്നും അല്ല അല്ലേ? നമ്മുടെ ഉള്ള റിസോഴ്സ് വെച്ചിട്ടുള്ള ചെറിയ വിഷു കണി. ശരിയാ. നമ്മള് കൊന്നപ്പോ കാണിച്ചു. ഇത് ഇൻസ്റ്റാമാർട്ടിന്ന് ഓർഡർ ചെയ്ത കൊന്നപ്പമാണ് ഇതില്. അതെ. നാട്ടിൽ വെറുതെ കൊഞ്ഞു പോണ സാധനം ഉണ്ടല്ലേ? സുലഭേസ് ഇവിടെ കണിയുടെ സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കണി കാണാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടും സൂപ്പർ നവധാന്യങ്ങൾ, കടല, ചെറുപയർ, 2 ടൈപ്പ് ചെറുപയർ. ഈ സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത് നമ്മളൊക്കെ പറഞ്ഞില്ലല്ലോ. മത്തങ്ങ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, നാരങ്ങ ഉണ്ട്, മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പഴമുണ്ട്, ഓറഞ്ച് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. പിന്നെ അതല്ലേ ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ ഫുള്ള് അതെ. ഞങ്ങള് നാട്ടിൽ വരുമ്പോ ചക്ക കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ചക്ക ഫുള്ള് കഴിച്ചു തീർത്തു.
അടിച്ച് സെറ്റാക്കി എല്ലാം കാണണമെന്നാണ്. കശുമ്പണം ഗോൾഡൊക്കെ വെച്ചല്ലേ മെയിൻ ആള് എന്താണത്? കരിക്കോർമ്മ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കെട്ടുണ്ടാവും. കുട്ടുവിന്റെ മെയിൻ ജോലിയായിരുന്നു കണിക്കൊന്ന എല്ലാ വിഷുവിനും രാവിലെ എവിടെന്നെങ്കിലും കണിക്കുന്നു. ഞങ്ങളുടെ വലിയൊരു മരമുണ്ട്, പക്ഷെ വിഷു ദിവസം രാവിലെ ആകുമ്പോഴേക്കും ആ മരത്തിലെല്ലാം തീർന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തലേദിവസം പൊട്ടിക്കില്ലേ? കമ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? വീടർന്നു അങ്ങോട്ട് നമുക്ക് ഇതവിടെ ഉണ്ട്. ബട്ട് ബാംഗ്ലൂരിൽ നമുക്ക് ഇതെങ്കിലും കിട്ടുന്നത് ഇസ് എ ബിഗ് ഡീൽ. അതും നമുക്ക് നാട്ടിലും ഇത് ഒപ്പിക്കാൻ ഭയങ്കര രസം. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റമാർട്ടിൽ ഇൻസ്റ്റമാർട്ടിന്ന് ലാസ്റ്റ് ടൈം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കരുത്, മടിവാള മാർക്കറ്റിൽ നിന്ന്. ഇപ്രാവശ്യം മാർക്കറ്റിൽ ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങളല്ലേ പോയി? ഞങ്ങൾ രാവിലെ നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കണി ഓൾമോസ്റ്റ് റെഡി. പൂജാരി രാവിലെ എണീറ്റിട്ട് വിളക്ക് വെച്ചിട്ട് ചന്ദനത്തിരി കത്തിച്ച് തേങ്ങ പൊട്ടിച്ച് ആ വെള്ളയിൽ ഒഴിക്കണേ. എന്നിട്ട് ഞങ്ങളെ വന്ന് വിളിക്കണം. ഓക്കെ? അപ്പൊ ഞാനാണ് ഇപ്രാവശ്യം കണി കാണിക്കുന്ന ആള്. എല്ലാവരും എണീപ്പിച്ച് കണിയൊക്കെ കാണിച്ചു. അടുത്തതായി കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങാണ്. താങ്ക് യു ബുബു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. അപ്പൊ അങ്ങനെയാണ് വിഷു ആഘോഷങ്ങളും എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങളെല്ലാരും കുളിച്ച് ഓഫീസിൽ പോകാൻ നിൽക്കുവാണ്. ഇന്ന് പക്ഷെ 14-ാം തീയതി രാവിലെയാണ്. അതെ, ഞങ്ങളുടെ ആഘോഷം ഇന്നലെ കഴിഞ്ഞു. കളി എല്ലാവരും കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് ഓഫീസിൽ പോകണം, എല്ലാവർക്കും ജോലിക്ക് പോകണം. അതെ, അപ്പൊ നമ്മുടെ ചെറിയ വിഷു ആഘോഷത്തിന്റെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു, വിഷു ആശംസകൾ. വിഷു ആശംസകൾ. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.